ധീരാങ്കണി കിത്തൂർ ചെന്നമ്മാസ് ഹീറോയിക് സാഗ. എന്റെ കിട്ടൂർ എത്ര നിശബ്ദമാണ്. ഇന്നലെ വരെ നിന്റെ മതിലുകളിൽ സ്വാതന്ത്ര്യത്തിനായുള്ള ശബ്ദം മുഴങ്ങി നിന്നിരുന്നു. ഇന്ന് ആ മുഴക്കം ഭൂമിയുടെ അടിത്തട്ടിൽ ഉറങ്ങുന്നു. പക്ഷെ ഞാൻ ഉണർന്നിരിക്കുന്നു. അമ്മ പറയുമായിരുന്നു, ബാല്യത്തിൽ തന്നെ എന്റെ സ്വഭാവം സാധാരണ പെൺകുട്ടികളുടേക്കാൾ വ്യത്യസ്തമായിരുന്നു എന്ന്. വാൾപ്പയറ്റിലും കുതിരസവാരിക്കും ഞാൻ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. ആ കാലത്ത് പെൺകുട്ടികൾ വീട്ടിനകത്ത് മാത്രമേ കഴിയാറുണ്ടായിരുന്നുവെങ്കിലും ഞാൻ പാടത്തും മലഞ്ചെരിവുകളിലും കുതിരയേറി സഞ്ചരിക്കുമായിരുന്നു. അച്ഛൻ എന്നിൽ ആത്മവിശ്വാസവും ധൈര്യവും വളർത്തി. ബാല്യത്തിൽ തന്നെ കുതിരയോട്ടത്തിനു പുറമെ ആയുധ ഉപയോഗം, നീന്തൽ, വാൾപ്പയറ്റ് എന്നിവയിൽ പരിശീലനവും ലഭിച്ചു. പൗരാണിക കഥകളും രാജകഥകളും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ശിവജിയുടെ വീരകഥകളും സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ദേശസ്നേഹികളുടെ കഥകളും കേൾക്കുമ്പോൾ എന്റെ കണ്ണുകൾ പ്രകാശിച്ചിരുന്നു എന്ന് അമ്മ പറയുമായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ നീതിയും ധൈര്യവും അഭിമാനവും നിറഞ്ഞ വ്യക്തിത്വമായിരിക്കണം എന്റേതെന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ വളരുമ്പോൾ ജനങ്ങൾ എന്നെ കിട്ടൂരിന്റെ മകളെന്ന അഭിമാനത്തോടെ വിളിച്ചു. അവരുടെ ശബ്ദത്തിൽ ദൈവികതയും കരുത്തുമുണ്ടായിരുന്നു. എന്റെ ബാല്യകാല സ്വപ്നം എന്റെ ജനതയെ കാത്തു സൂക്ഷിക്കുന്ന രാജ്ഞിയായി മാറുക എന്നായിരുന്നു. അതിനായി ഞാൻ ഓരോ ദിവസവും തയ്യാറെടുത്തു. ഓരോ പ്രഭാതവും എനിക്ക് ഈ നദി പോലെയായിരുന്നു. ഇതിൽ കാൽ നനയ്ക്കുമ്പോൾ എനിക്ക് ശാന്തിയും സമാധാനവും ലഭിച്ചു. പക്ഷേ ആ ശാന്തമായ ഒഴുക്കിൽ ഒരിക്കൽ അന്യമായ കപ്പലുകളുടെ പ്രതിബിംബം തെളിഞ്ഞു. അതിനാൽ
ഈ റിപ്പോർട്ടിൽ ഞാൻ വീണ്ടും ഊന്നി പറയുന്നു, കിട്ടൂർ രാജ്യത്തിന് ബ്രിട്ടീഷ് ഏകീകൃത ഭരണം അത്യാവശ്യമാണ്. രാജാവും രാജകുമാരനും അപ്രതീക്ഷിതമായി മരിച്ചു. ഇപ്പോൾ ഒരു വിധവ, ഒരു സ്ത്രീ, ഒരു ദത്തുപുത്രനെ സിംഹാസനത്തിൽ ഇരുത്തി കിട്ടൂരിന്റെ ഭരണം കൈകാര്യം ചെയ്യാമെന്ന് കരുതുന്നു. അസംബന്ധം, അസംബന്ധം. ഈ സാഹചര്യത്തിൽ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന ആശയം ഞങ്ങൾ ഇവിടെ പ്രയോഗിക്കുന്നു. ഒരു നാട്ടുരാജ്യത്തിന് നേരിട്ടുള്ള വംശപരമ്പരയില്ലാതെ പോയാൽ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് ചേരണം. ഇത് ന്യായമാണ്, ഇത് ക്രമമാണ്. അതെ, സെയിന്റ് ജോൺ താക്കറെയും ഞാനും ഇത് നന്നായി ചർച്ച ചെയ്തിരിക്കുന്നു. ഒരു നല്ല മനുഷ്യൻ, ഒരുപാട് ആശയങ്ങൾ, ആസൂത്രണങ്ങൾ. അതുപോലെ ചപ്ലിൻ എന്ന കമ്മീഷണർ. ഇരുവരും നാട്ടുകാരുടെ സാഠ്യം മനസ്സിലാക്കുന്നില്ല. കഷ്ടം, കഷ്ടം. പിന്നെ പിന്നെ എന്നെ ദേഷ്യം പിടിപ്പിച്ചത് ചന്നമ്മ. ബോംബെ പ്രവിശ്യയിലെ ലഫ്റ്റനന്റ് ഗവർണർ മൗണ്ട് സ്റ്റുവർട്ട് എലിഫന്റ് സ്റ്റോൺ അയച്ച അവളുടെ അപ്പീൽ. എന്തു ധൈര്യം, എന്തു ധൈര്യം! ഞങ്ങളത് നിരസിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി യുദ്ധം തന്നെയാണ് വഴി. ഒക്ടോബർ 1824 ആദ്യത്തെ ഏറ്റുമുട്ടൽ. അവൾ ഒരു രാജ്ഞി മാത്രമല്ല, ഒരു സ്ട്രാറ്റജിസ്റ്റുമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവളുടെ ലഫ്റ്റനന്റ് ബാലപ്പ, എന്താണ് അവന്റെ പേര്? ആമത്തൂർ ബാലപ്പ. അവൻ തന്നെയാണ് ബ്രിട്ടീഷ് പട്ടാളത്തിന് നാശനഷ്ടങ്ങൾക്ക് കാരണം. ഒടുവിൽ പ്രമുഖർ പലരെയും ഞങ്ങൾ ബന്ദികളാക്കി. യുദ്ധം നിർത്താൻ അവൾ യാചിച്ചു. തന്ത്രപരമായ ഇടപെടലിലൂടെ ഞങ്ങൾ അവരെ മോചിപ്പിച്ചു. അതായത് യുദ്ധം അവസാനിപ്പിക്കണമെന്നായിരുന്നു ഉടമ്പടി. പക്ഷേ ഞങ്ങളത് പാലിക്കുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. വീണ്ടും യുദ്ധം. ചപ്ലിൻ അത് ശരിയായി പ്രവർത്തിച്ചു. അവൾ ബലഹീനയാണെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അത് ഞങ്ങളുടെ അവസരമായിരുന്നു. കൂടുതൽ സൈനികരെ ഞങ്ങൾ ആവശ്യപ്പെട്ടു, അതും മദ്രാസ് നേറ്റീവ് ഹോഴ്സ് ആർട്ടിലറിയിൽ നിന്ന്. കൂടാതെ 100 കണക്കിന് തോക്കുകൾ. ഞങ്ങൾ അവളെ വലയ്ക്കാൻ തീരുമാനിച്ചു. എന്നിട്ടും പരാജയം. അതോർക്കുമ്പോൾ രണ്ടാം ആക്രമണം. ഓ, അത് വേറെ കഥ, വേറെ കഥ. അവിടെയാണ് മൺട്രോ, ഞങ്ങളുടെ US സബ് കളക്ടർ തോമസ് മൺട്രോയുടെ മരുമകൻ കൊല്ലപ്പെട്ടു. അവന്റെ ജീവിതം ഒരു വിധവ രാജ്ഞിയുടെ അഹങ്കാരത്തിനു വേണ്ടി. എന്തു മൂല്യമില്ലാത്ത നഷ്ടം. അവളുടെ ആളുകൾ സംഘോലി റായണ്ണയുടെ നേതൃത്വത്തിൽ ഗറില്ല യുദ്ധം നടത്തി. പാറക്കൂട്ടങ്ങളിൽ നിന്നും മരങ്ങളിൽ നിന്നും ഞങ്ങളുടെ മനുഷ്യരവർ കൊന്നു. പക്ഷേ ഒരു രാജ്യം കുട്ടികളെ പോലെ യുദ്ധം ചെയ്തതുകൊണ്ട് ജയിച്ചില്ല. അവസാനം ഞങ്ങൾ അവളെ പിടികൂടി ബൈലാഹോങ്ങൽ ഫോർട്ടിൽ അടച്ചു. ഞാനായിരുന്നു അവളെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അവൾ നിരാശയിലായിരുന്നില്ല.
അവളുടെ കണ്ണുകളിൽ തീയുണ്ടായിരുന്നു. ഒരു തീയായിരുന്നു അവൾ. ഞാൻ പറഞ്ഞു, റാണി ചെന്നമ്മ, നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ ആയുധങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ ജീവൻ ഞങ്ങളുടെ ദയാവായ്പിൽ വിട്ടുതരാം. അവൾ എന്നെ നോക്കി. ഓ, ദൈവം സാക്ഷി, ആ നോട്ടം അത് എന്റെ അസ്ഥികളിലൂടെ ഒരു തണുപ്പ് പ്രവഹിപ്പിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നതുവരെ കിട്ടൂർ സ്വതന്ത്രമായിരിക്കും. എന്റെ ജീവൻ പോയാലും എന്റെ ആത്മാവ് പോരാട്ടം തുടരും. ഞങ്ങൾ അവളെ ബന്ധനത്തിലാക്കി. ഒരിക്കലും അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ നിമിഷം വരെ ഞാൻ എന്റെ രാജാവിനും രാജ്യത്തിനും വേണ്ടി എന്റെ കടമ ചെയ്തു. ഞാൻ ഒരു രാജ്യം കീഴടക്കി. എന്നാൽ ഞാൻ എന്ത് കീഴടക്കി? ഒരു രാജ്ഞിയുടെ ജീവിതം. എനിക്കിപ്പോൾ ഉറക്കം വരുന്നില്ല. അവളുടെ കണ്ണുകളുടെ ഓർമ്മയിൽ അവൾ തോൽക്കാത്തൊരു രാജ്ഞിയല്ല, അവൾ ഒരു ആശയമായി മാറി. ഒരു ചിന്ത, ഒരു നിഴൽ. ഞാൻ കിട്ടൂരിന്മേൽ എന്റെ ഭരണം സ്ഥാപിച്ചു. പക്ഷേ അവളുടെ നിഴൽ അത് എന്നെയും എന്റെ വിജയത്തെയും മൂടുന്നു. കിട്ടൂർ എന്റേതാണ്. പക്ഷേ എന്റെ ആത്മാവ് അവളുടേതുപോലെ. വെളുത്ത മുഖങ്ങളും ഇരുണ്ട ഉദ്ദേശങ്ങളും. അവർ പുഞ്ചിരിയോടെ വന്നു. സഹകരണം, വ്യാപാരം, സ്നേഹം. അവരുടെ വാക്കുകൾ മധുരമായിരുന്നു. പക്ഷേ അവരുടെ കണ്ണുകളിൽ കനലും ദ്രോഹവും ഉണ്ടായിരുന്നു. അവർ എന്റെ നദിയിൽ വിഷം ചേർത്തു. വ്യവസായത്തിന്റെ പേരിൽ അടിമത്തം കൊണ്ടുവന്നു. സഹകരണത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കവർന്നു. പക്ഷേ ഞാൻ നീന്തും, ഈ ഒഴുക്കിൽ മുങ്ങില്ല. എന്നാൽ ഒഴുക്ക് ശക്തമായിരുന്നു. എന്റെ കുടുംബം, ജനങ്ങൾ, രാജ്യം ഒന്നൊന്നായി എന്റെ കൈവിട്ടൊഴുകി. എന്നാലും ഞാൻ നിൽക്കുന്നു, രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഒരു രാജ്ഞി, ഒഴുക്കിനെ നേരിടുന്ന ഒരു സ്ത്രീ. അഗ്നി, അഗ്നി, ചുറ്റും അഗ്നി. മതി, ഇനി മൗനത്തിന് അർത്ഥമില്ല. വാക്കുകളാൽ ഈ ദേശം സംരക്ഷിക്കാനും കഴിയില്ല. ഇനി ശബ്ദിക്കേണ്ടത് വാളാണ്. സത്യത്തിന്റെ തീ പോലെ, നീതിയുടെ അഗ്നി പോലെ ഞാൻ കാണുന്നു. എന്റെ മണ്ണിൽ അന്യന്മാർ പാദം വെച്ചിരിക്കുന്നു. അവർ നമ്മുടെ ധാന്യം തിന്നുന്നു, നമ്മുടെ സ്വപ്നം നശിപ്പിക്കുന്നു. എന്റെ ജനങ്ങൾ വിറകൊള്ളുന്നു. യുദ്ധം, യുദ്ധം, യുദ്ധം. ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള യുദ്ധമല്ല. ഇത് മണ്ണിന്റെ, വായുവിന്റെ, നദിയുടെ, അഗ്നിയുടെ യുദ്ധം. ജനങ്ങളെ, സ്വാതന്ത്ര്യത്തിനായി, രാജ്യത്തിനായി, മണ്ണിനായി യുദ്ധം തുടങ്ങട്ടെ.
തിരി ഇത്രയും കാറ്റുള്ളപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞു തീപ്പൊരിയാണ്, പക്ഷേ കാറ്റിനെ ഭയപ്പെടുന്നില്ല. എന്തിനാണ് ഭയപ്പെടേണ്ടത്? കാറ്റിതിനെ അണച്ചു കളയുമോ? ചെറുതായിട്ടും അതിൻ്റെ പ്രകാശം ഇവിടെ മുഴുവൻ നിറയുന്നു. ഒരു കാലത്ത് നമ്മുടെ കിട്ടൂരിൽ ഒരു മഹാപ്രകാശം നിറഞ്ഞിരുന്നു. ഒരു സൂര്യനുണ്ടായിരുന്നു, ഒരു സ്ത്രീ സൂര്യൻ, ഞങ്ങളുടെ റാണി ചെന്നമ്മ. അവിടുന്ന് വഴി നടക്കുമ്പോൾ, ചുറ്റും നോക്കുമ്പോൾ ഒരു പുഞ്ചിരി ഒരു സാധാരണ കർഷകനോട് പോലും, കേശവ, ഈ വർഷം നല്ല വിളവുണ്ടാകുമോ എന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ ഭയത്തോടെ തല താഴ്ത്തുമായിരുന്നു. പക്ഷെ അവിടുന്ന് പറയും, തല ഉയർത്തി നിൽക്കൂ കേശവ, നീ എന്റെ കിട്ടൂരിന്റെ മകനാണ്, നിന്റെ വിയർപ്പിലാണ് ഞങ്ങളുടെ അന്നം. ഓ, എന്തൊരു രാജ്ഞിയായിരുന്നു അവിടുന്ന്! ന്യായം, അവിടുന്നായിരുന്നു ന്യായം. ഒരിക്കൽ എന്റെ മകൻ ശ്യാമു ഒരു സമ്പന്നന്റെ ഭൂമിയിൽ നിന്ന് ഒരു മാമ്പഴം പറിച്ചെടുത്തു. ആ മനുഷ്യൻ എന്റെ മകനെ അടിക്കാൻ തുടങ്ങി. ഞാൻ എന്തു ചെയ്യും? ഒരു പാവം കർഷകൻ. പക്ഷേ ഞാൻ ധൈര്യം സംഭരിച്ച് ദർബാറിൽ പോയി, റാണിയുടെ മുമ്പിൽ. എന്നാൽ ഞാൻ വിറച്ചു നിന്നു. പക്ഷെ അവിടുന്ന് എന്റെ മകനെ അരികിൽ വിളിച്ചു. മാമ്പഴം കട്ടെടുത്തതിന് സ്നേഹത്തോടെ ശാസിച്ചു. പക്ഷെ ആ സമ്പന്നനോട് പറഞ്ഞു, നീ ഒരു മാമ്പഴത്തിനു വേണ്ടി ഒരു കുട്ടിയുടെ ആത്മാഭിമാനം നശിപ്പിക്കരുത്. അവൻ തെറ്റു ചെയ്തു, പക്ഷെ നിന്റെ കൈ ഉയർത്തലാണ് കൂടുതൽ കുറ്റം. എനിക്കന്ന് കണ്ണുനീർ വന്നു. ഒരു രാജ്ഞിക്ക് തന്റെ ഒരു പ്രജയുടെ ആത്മാഭിമാനത്തിന് വിലമതിക്കാൻ കഴിയുമ്പോൾ അതാണ് റാണി. പിന്നെ എന്തോ ഒരു ദുരന്തം സംഭവിച്ചു. രാജാവ് മരിച്ചു, രാജകുമാരനും മരിച്ചു. ഓ എന്റെ ദൈവമേ! റാണി തനിച്ചായി. എന്നിട്ട് അവിടുന്ന് ശിവലിംഗപ്പയെ ദത്തെടുത്തു. ഞങ്ങൾക്കെല്ലാം സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് മാർഗം തെളിക്കാൻ രാജ്യത്തിനൊരു അവകാശി. പക്ഷേ ആ വെള്ളക്കാര്, ആ കമ്പനി, അവർക്കത് ഇഷ്ടമായില്ല. നിങ്ങൾക്ക് ദത്തെടുക്കാൻ അവകാശമില്ല എന്നവർ ഉത്തരവിട്ടു. എന്ത് ധിക്കാരം! ഞങ്ങളുടെ രാജ്ഞിയോട്, ഞങ്ങളുടെ ജീവനോട് യുദ്ധം വന്നു. ആദ്യ യുദ്ധം. ഓ ദൈവമേ, എന്തൊരു ധീരത! ആലപ്പയുടെ വീര്യം! ആ താക്കറെ എന്ന വെള്ളക്കാരനെ അവിടുന്ന് കൊന്നു തള്ളി. ഞങ്ങൾ ജയിച്ചു, കിട്ടൂർ ജയിച്ചു. ആ രാത്രി ഞങ്ങൾ ആഘോഷിച്ചു, പാടി, നൃത്തം ചെയ്തു. ഞങ്ങളുടെ റാണി അജയയാണെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ചെപ്ലിൻ എന്ന ആ ദുഷ്ടൻ, അവനൊരു സാമർത്ഥ്യക്കാരനാണ്. അവൻ കൂടുതൽ സൈനികരെ കൊണ്ടുവന്നു, കോടിക്കണക്കിന് തോക്കുകൾ. ഞങ്ങളുടെ റാണി പോരാടി. പക്ഷേ ഒരു കൈക്ക് എത്ര തോക്കുകളെ എതിർക്കാനാകും? അവർ റാണിയുടെ കൈകളിൽ നിന്ന് വാള് തട്ടിയെടുത്തു. അവർ എന്റെ റാണിയെ ബന്ധനത്തിലാക്കി.
ബൈലഹോങ്ങൽ കോട്ടയിൽ പൂട്ടി. ഇപ്പോഴുള്ള കിട്ടൂർ എന്താണ്? ഒരു നിഴൽ മാത്രം. ആ ചെപ്ലിൻ, ആ ബ്ലാക്ക്വുഡ്, അവർ നടക്കുമ്പോൾ ഞങ്ങളെ കണ്ടാൽ പോലും നോക്കില്ല. ഞങ്ങൾ കാലികളെ പോലെയാണ് അവർക്ക്. ഞങ്ങളുടെ വിളവിൽ നിന്ന് പകുതി എടുത്തുകൊണ്ടു പോകുന്നു. നികുതി എന്ന് വിളിക്കുന്നു. ന്യായം മരിച്ചു. എന്റെ മകൻ ശ്യാമു ഇപ്പോൾ വലുതായി. അവനും ഒരു കർഷകനാണ്. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു തീയുമില്ല, ഒരാശയവുമില്ല. അവൻ ജനിച്ചത് റാണിയുടെ നല്ല കാലത്താണ്. പക്ഷേ ജീവിക്കുന്നത് ഈ ഇരുട്ടിലാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, കേശവ വിശ്വസിക്കുന്നു, ആ ഇരുമ്പു ചട്ടക്കൂടുകൾ അവയ്ക്കൊരു ശരീരത്തെ മാത്രമേ പൂട്ടാൻ കഴിയൂ. ഒരാത്മാവിനെ ആവില്ല, ഒരാശയത്തെ ആവില്ല. എന്റെ റാണിയുടെ ആത്മാവ് ആ കോട്ടയുടെ ചുമരുകളെല്ലാം തുളച്ച് പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ കാറ്റിലുണ്ട്, ഈ മഴത്തുള്ളികളിലുണ്ട്, ഈ നിലാവിലുണ്ട്. അവിടുന്ന് ഒരു ദിവസം മടങ്ങി വരും. അല്ലെങ്കിൽ അവിടുന്ന് ഒരു ദിവസം ഞങ്ങളെല്ലാവരെയും ഉണർത്തും. ഞാൻ വൃദ്ധനാണ്, എന്റെ കാലുകൾ വേദനിക്കുന്നു. പക്ഷേ എന്റെ ഹൃദയം ഇപ്പോഴും ആ റാണിയുടെ ദർബാറിൽ നിൽക്കുന്നു, തല ഉയർത്തി, ഭയമില്ലാതെ. അവിടുന്ന് വിട്ടുപോകില്ല. അവിടുന്ന് എപ്പോഴും ഇവിടെയുണ്ട്. ഈ നാട്ടിലെ ഓരോ തുളസിച്ചെടിയിലും, ഓരോ കുട്ടിയുടെ പുഞ്ചിരിയിലും, ഓരോ കർഷകന്റെ വിയർപ്പിലും അവിടുന്നുണ്ട്. കിട്ടൂർ എന്നും സ്വതന്ത്രമാണ്. കേവലം അതിന്റെ റാണി ഇപ്പോൾ അദൃശ്യയാണ്. പക്ഷേ അദൃശ്യയായ രാജ്ഞി തിരിച്ചു വരാതിരിക്കില്ല. ഞങ്ങൾ പൊരുതി. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ വാളെടുത്തപ്പോൾ മണ്ണ് വിറച്ചു. എന്നാൽ എത്ര പേരാണ് വീണത്? ഇല്ല, തോൽവിയില്ല. കാരണം നമ്മുടെ ഓരോ രക്തബിന്ദുവും ഒരു വിത്തായി മണ്ണിൽ ചേർന്നു. വാളിന്റെ ശബ്ദം എന്റെ ജീവിതത്തിന്റെ സംഗീതമായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് ഈ ശബ്ദം യുദ്ധത്തിന്റെ നിശ്വാസമായിരുന്നു. ഇപ്പോൾ ഇതെന്റെ ക്രോധത്തിന്റെ, എന്റെ നിരാശയുടെ പ്രാർത്ഥനയാണ്. റാണി, ചന്നമ്മ, ഈ വാള് എത്ര തവണ താങ്കളുടെ രക്ഷയ്ക്കായി മിന്നിട്ടുണ്ട്. ആദ്യ യുദ്ധം ഓർക്കുന്നുണ്ടോ? ആ താക്കറയുടെ ധിക്കാരം. അവൻ നമ്മുടെ കിട്ടൂരിനെ ഒരു കുഞ്ഞു പുഴുവായി കരുതി. പക്ഷേ താങ്കൾ ഒരു സിംഹിണിയാണെന്ന് അവന് മനസ്സിലായി. ബാലപ്പയുടെ വീര്യം, എന്ത് അത്ഭുതമായ ഒരു വീരമരണം! ആ വെള്ളക്കാരന് നേരെ നരകത്തിലേക്ക് അയച്ചു. നമ്മൾ ജയിച്ചു. അന്ന് ആ ആകാശം വിളിച്ചു പാടിയത് നമ്മുടെ ജയഗാനമായിരുന്നു. റാണിയുടെ മുഖം ഓർക്കുന്നു. ആ മുഖത്ത് ജയത്തിന്റെ പുഞ്ചിരി, സൂര്യോദയം പോലെ. അവിടുന്ന് പറഞ്ഞു, രായന്ന, ഈ ജയം നമ്മുടെ ജനതയുടേതാണ്, നിന്റെ ധീരതയുടേതാണ്. ഞാനിന്ന് എന്റെ ജീവിതം അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ചു. റാണി, ഞാൻ പിന്നെ ഒരു നിമിഷം പോലും പിന്നോട്ട് നോക്കിയിട്ടില്ല. പക്ഷേ ചെപ്ലിൻ, ആ പിശാച്, അവൻ സമാധാനത്തിന്റെ മുഖം വെച്ച് കൂടുതൽ സൈനികരെ കൊണ്ടുവന്നു. മദ്രാസ് കാലാൾപ്പടയെ, നൂറുകണക്കിന് തോക്കുകളെ
അവർ നമ്മുടെ ധാന്യശാലകൾക്ക് ചുറ്റും പട്ടിണി കിടന്ന നായ്ക്കളെ പോലെ വളഞ്ഞു. നമ്മുടെ നിധികൾ, നമ്മുടെ രത്നങ്ങൾ അവർ കൊള്ളയടിക്കുമെന്ന് ഭയന്നു. നമ്മൾ പോരാടി. റാണി, താങ്കളോടൊപ്പം വീറോടെ ഞാൻ പോരാടി. ഓരോ തോക്കിന്റെയും ശബ്ദത്തിന് പകരം നമ്മുടെ വാള് മിന്നി. ഓരോ ബ്രിട്ടീഷ് സൈനികന്റെ വീഴ്ചയും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വേദിയായി മാറി. എന്നാൽ എത്ര തോക്കുകൾക്കെതിരെ നിൽക്കും ഒരു വാള്? അവർ താങ്കളെ പിടികൂടി. എന്റെ റാണിയെ, എന്റെ ജീവിതത്തിന്റെ അർത്ഥത്തെ ബൈലഹോങ്ങൽ കോട്ടയുടെ ഇരുമ്പ് ചട്ടക്കൂടിൽ ബന്ധിച്ചു. ഒരുപക്ഷെ എന്നെ കാണാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ എന്റെ ഹൃദയം ആ കോട്ടയുടെ ചുമരുകൾ തകർത്ത് താങ്കളുടെ അടുത്തെത്താൻ വെമ്പുന്നു. റാണി, അവിടെ ഒറ്റയ്ക്കാണോ? താങ്കൾക്ക് ഭക്ഷണം കിട്ടുമോ? ആ തടവറയിൽ നിന്ന് ഈ നിലാവ് കാണുമോ? ഈ നിലാവ്, ഇത് നമ്മുടെ കിട്ടൂരിലെ നിലാവാണ്. ഇതിപ്പോഴും റാണിയോടൊപ്പമുണ്ട്. റാണി, ഞാനിപ്പോൾ എന്താണ്? ഒരു നിഴൽ. ഈ കാടുകളിൽ ഞാൻ ഒളിച്ചിരിക്കുന്നു. ഞാൻ ഗറില്ല യുദ്ധം നടത്തുന്നു. ഞാൻ അവരുടെ കയ്യേറ്റങ്ങൾ തടയുന്നു. ഞാൻ അവരുടെ താവളങ്ങളെ തീയിടുന്നു. പക്ഷേ ഇതെല്ലാം വെറും കാറ്റിനെ നേരിടുന്നത് പോലെയാണ്. താങ്കളെ തടവറയിൽ നിന്ന് മോചിപ്പിക്കാതെ ഈ പോരാട്ടത്തിന് അർത്ഥമില്ല. റാണി എന്നെ ഏൽപ്പിച്ച ദത്തുപുത്രനെ, ശിവലിംഗപ്പയെ ഞാൻ രക്ഷിക്കും. അദ്ദേഹത്തെ തിരികെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് ഞാൻ റാണിയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം ഞാൻ പാലിക്കും. അല്ലെങ്കിൽ അതിനായി മരിക്കും. എന്നെ ദേശദ്രോഹി എന്ന് വിളിക്കുന്നു. പക്ഷേ എന്റെ റാണിയുടെ പേരിൽ ഞാനൊരു വീരനാണ്. എന്റെ ദേശം കിട്ടൂരാണ്. എന്റെ രാജാവ് ശിവലിംഗപ്പയാണ്. എന്റെ ദൈവം ചന്നമ്മയാണ്. അവർ എന്നെ പിടിക്കുമെന്ന് എനിക്കറിയാം. എന്നെ തൂക്കിക്കൊല്ലുമെന്ന് എനിക്കറിയാം. പക്ഷേ അവസാന നിമിഷം വരെ ഞാൻ പോരാടും. എന്റെ ശ്വാസം നിലയ്ക്കും വരെ പോരാടും. റാണി, താങ്കൾ ജീവിച്ചിരിക്കുക. ആ തടവറയുടെ ഇരുട്ടിലും താങ്കളുടെ ആത്മാവിന്റെ പ്രകാശം അണയരുത്. താങ്കളുടെ രായന്ന ഇപ്പോഴും പോരാട്ടം നിർത്തിയിട്ടില്ല. റാണിയുടെ നിഴൽ ഈ കൊടുങ്കാടുകളിൽ എന്നോടൊപ്പം നടക്കുന്നു. താങ്കളുടെ സ്മരണയാണ് എന്റെ ഭക്ഷണം. താങ്കളുടെ സ്വാതന്ത്ര്യമാണ് എന്റെ ജലം. താങ്കളുടെ വിജയമാണ് എന്റെ ശ്വാസം. ഞാൻ മരിക്കും, പക്ഷേ കിട്ടൂർ ജീവിക്കും. ചന്നമ്മ ജീവിക്കും. ഒരു ജ്വലിക്കുന്ന ആശയമായി, ഒരു പുതിയ ഉഷസ്സിന്റെ വാഗ്ദാനമായി റാണി ജീവിക്കും. ജയ് ചന്നമ്മ, ജയ് കിട്ടൂർ. ഇതാണ് എന്റെ തടവറ. ഭിത്തികൾ മഞ്ഞുപോലെ തണുത്തിരിക്കുന്നു. പക്ഷേ ഞാൻ വിറയ്ക്കുന്നില്ല. അവർ എന്നെ തോറ്റവളായി ലോകത്തിന്റെ മുൻപിൽ കാണിക്കും. പക്ഷേ തോൽവി അവർക്കാണ്. കാരണം അവർ ഇപ്പോഴും ഭയപ്പെടുന്നു. അവർക്ക് എന്റെ ശരീരം ബന്ധിക്കാം. പക്ഷേ എന്റെ ചിന്തയെ ആരാണ് ബന്ധിക്കുക? ഈ ആകാശം. ഇതിൽ എന്റെ സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു. ഇതിൽ എന്റെ ജനങ്ങളുടെ പ്രതീക്ഷ അലയടിക്കുന്നു. നാളെ ഒരു പുതിയ കാലം വരും. നമ്മുടെ മക്കൾ വീണ്ടും ഈ വാൾ ഉയർത്തും. സ്വാതന്ത്ര്യം മറ്റൊരാളുടെ ദാനമല്ല, അത് നമ്മുടെ അവകാശമാണ്. ഞാൻ തോറ്റതല്ല, ഞാൻ വിത്തായി മാറിയിരിക്കുന്നു. ഒരിക്കൽ ഈ മണ്ണ് മുഴുവൻ പൂത്തു നിൽക്കുമ്പോൾ ജനങ്ങൾ പറയട്ടെ, ഇതിന്റെ രക്തം ചന്നമ്മയുടേതാണ്. സാമ്രാജ്യങ്ങൾ വീഴും, പക്ഷേ ധൈര്യം ഒരിക്കലും മരിക്കില്ല. ഞാനാണ് കിട്ടൂർ.
ഞാനാണ് ആ തീപ്പൊരി. കിട്ടൂർ ചെന്നമ്മ. On stage, we have Srikala Suresh, Suresh Neelakantan, Praveen Kumar KS, and Hittu. May I also invite the writer, Dr. Aromal T, also inviting the director, Dr. Raja Warrior sir. Along with them, I would like to invite the crew of the play, makeup by Suresh Karamana. Is not here. Okay. Costume by Gigi Kalamandir. Lighting by Girish Chandran. Music by Satish K. Narayanan. Production by Stage India. Documentation by Sajid J.S. Rani Chennamma's story is not only about the past, it continues to light the path of courage and justice yesterday, today, and tomorrow. On behalf of Stage India, Bharat Bhavan, and Ministry of Culture, I extend my heartfelt thanks to all the dignitaries, guests, artists, coordinators, and participants who made this event possible. Thank you for being with us through this journey of remembrance and inspiration.